കോഴിക്കോട് അഡീഷണൽ ജില്ലാ ജഡ്ജിക്ക് സസ്പെൻഷൻ. കോടതി ജീവനക്കാരിയോട് മോശമായി പെരുമാറിയ സംഭവത്തിലാണ് നടപടി. എം സുഹൈബിനെയാണ് സസ്പെൻഡ് ചെയ്തത്. ചീഫ് ജസ്റ്റിസ് ഉൾപ്പെട്ട ഹൈക്കോടതി അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടേതാണ് തീരുമാനം. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നുണ്ട്. രേഷ്മ, നടപടിക്കാസ്പദമായ സംഭവം എന്താണ്? മറ്റ് വിവരങ്ങളും കൂടി. കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഈ കോടതി ജീവനക്കാരിയോട് കോഴിക്കോട് അഡീഷണൽ ജില്ലാ ജഡ്ജി മോശമായിട്ട് പെരുമാറിയത്. തുടർന്ന് ജീവനക്കാർ പ്രതിഷേധവുമായിട്ട് രംഗത്ത് വരികയും പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജിയുടെ മുന്നിൽ വെച്ച് പ്രസ്തുത ആരോപണ വിധേയനായിട്ടുള്ള അഡീഷണൽ ജില്ലാ ജഡ്ജി മാപ്പപേക്ഷ നടത്തുകയും ചെയ്തിരുന്നു. ഇതിനെ തുടർന്ന് ഹൈക്കോടതി അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ചീഫ് ജസ്റ്റിസ് ഉൾപ്പെട്ട അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജിയോട്, കോഴിക്കോട് ജില്ലാ ജഡ്ജിയോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു. ആ റിപ്പോർട്ട് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ഈ സസ്പെൻഷൻ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഹൈക്കോടതി രജിസ്ട്രാറാണ് ഉത്തരവിറക്കിയിട്ടുള്ളത്. എം സുഹൈബിനെയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. നേരത്തെ തന്നെ 2 തവണ ഹൈക്കോടതി അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി റിപ്പോർട്ട് തേടിയിരുന്നു. അതായത് ഏത് സാഹചര്യത്തിലായിരുന്നു ഇത്തരമൊരു സംഭവം ഉണ്ടായത്, അതിന്റെ മറ്റ് കാര്യങ്ങളൊക്കെ ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടായിരുന്നു പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജിയിൽ നിന്നും തേടിയത്. അവർ നൽകിയ റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് നിലവിൽ താൽക്കാലികമായിട്ട് അഡീഷണൽ ജില്ലാ ജഡ്ജിക്ക് സസ്പെൻഷൻ നൽകിയിരിക്കുന്നത്. ജീവനക്കാരിയോട് മോശമായി പെരുമാറിയ സംഭവത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നതിനെ തുടർന്നായിരുന്നു ഈ വ്യക്തി, ആരോപണ വിധേയനായിട്ടുള്ള എം സുഹൈബ്, മാപ്പപേക്ഷയ്ക്ക് തയ്യാറായത്. ജില്ലാ ജഡ്ജിയുടെ ചേംബറിൽ വിളിച്ചു വരുത്തിയായിരുന്നു ഇത്തരത്തിൽ മാപ്പപേക്ഷ നൽകിയത്. പക്ഷേ ഈ ജീവനക്കാരി, അതായത് ഈ മോശമായിട്ട് പെരുമാറിയ ആ ഒരു സംഭവത്തിൽ ജീവനക്കാരിക്ക് പരാതി ഇല്ലാത്തത് കൊണ്ട് മറ്റു നടപടികളിലേക്ക് കടന്നിരുന്നില്ല. പക്ഷേ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ഇതിന്റെ എന്താണ് സംഭവിച്ചത് തുടങ്ങിയ വിവരങ്ങൾ തേടിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ ജഡ്ജിയുടെ റിപ്പോർട്ട് കൂടി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഹൈക്കോടതി അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ഇത്തരത്തിൽ ജില്ലാ അഡീഷണൽ ജഡ്ജിയെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവിറക്കാനായിട്ട് തീരുമാനം കൈക്കൊണ്ടത്. ഹൈക്കോടതി രജിസ്ട്രാറാണ് ഔദ്യോഗികമായിട്ട് ഇതിന്റെ ഉത്തരവിറക്കിയിട്ടുള്ളത്. ദേവിക. ശരി രേഷ്മ.